ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം അതിനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രീ എം സ്വരാജ് ഇപ്പോൾ ചേർന്നുണ്ട് ഈ വാർത്തയോട് പ്രതികരിക്കാനായി. എങ്ങനെ കാണുന്നു നിലവിലെ സാഹചര്യങ്ങളിൽ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ? വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ വാർത്തയിൽ നിന്നും അറിഞ്ഞത് വെച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ്. മുൻപ് തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവത്തെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വാഹനം ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായിരുന്നാലും വാഹനങ്ങൾ ക്യാമ്പസിനകത്ത് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ആ നിയന്ത്രണങ്ങൾ ഏത് തരത്തിലാണ്, എങ്ങനെയാണ്, അതെങ്ങനെയാണ് നടപ്പാക്കുക തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. രാത്രി 9 മണിക്ക് ശേഷമുള്ള ആഘോഷങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ കോളേജിലെ പ്രത്യേക പരിപാടികളുടെ ഭാഗമായും മറ്റും അത്തരത്തിലുള്ള കലോത്സവങ്ങളുടെ ഭാഗമായും മറ്റും ചിലപ്പോൾ അത്തരം പരിപാടികൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒരു അടിയന്തരാവസ്ഥയുടെ നിഴലിലേക്ക് കലാലയങ്ങളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഗുണമല്ല ചെയ്യുക. മറിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നിയന്ത്രണങ്ങളാകാവുന്നതാണ്. അത് നടപ്പിലാക്കുന്ന രീതിയും തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയന്റെയും അധ്യാപകരുടെയും എല്ലാം നേതൃത്വത്തിലായിരിക്കണം നടപ്പാക്കേണ്ടത്. ആ നിലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ക്യാമ്പസിന്റെ സുഗമമായ നടത്തിപ്പിന് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സ്വരാജ്, ഇവിടെ CET-യിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായാലും അടൂരിൽ ഓണാഘോഷത്തിനിടെ ഫയർ എഞ്ചിൻ ഉപയോഗിച്ച സംഭവത്തിലായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ കാര്യക്ഷമമായി പ്രയോഗിക്കപ്പെട്ടാൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കില്ലേ? തീർച്ചയായും ഞാനതാണ് പറഞ്ഞത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില വാർത്തകൾ CET-യിലെ സംഭവത്തെ തുടർന്ന് കേരളത്തിലെ ചില പ്രത്യേക കോളേജുകളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള, പ്രത്യേകിച്ചും സ്വാശ്രയ കോളേജുകളിൽ, വിദ്യാർത്ഥി സംഘടനകൾ സജീവമല്ലാത്ത കോളേജുകളിൽ നിന്നെല്ലാം പുറത്തു വന്ന വാർത്തകൾ കാണുമ്പോൾ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന തോന്നലാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലൂടെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാനിതിനെ കണ്ടത്. ഒരു പക്ഷേ ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ CET സംഭവം നടന്നു, അതിനുശേഷം അടൂർ വിഷയം നടന്നു. ഇവിടെയൊക്കെയും പല ഘട്ടങ്ങളിലും ചില നടപടികൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാനോ കോളേജുകൾക്ക് ഒരു നിർദ്ദേശം നൽകാനോ നമ്മുടെ ആഭ്യന്തര വകുപ്പോ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതുകൂടി സുപ്രധാനമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നത് എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആയിരിക്കാം. മാത്രമല്ല, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ അടൂരിലും മറ്റും നടപടികൾ എടുക്കാവുന്നതായിരുന്നു. ഇപ്പൊ JCB മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമല്ല, ട്രാക്ടർ അങ്ങനെ ഒരു വാഹനമല്ല. അപ്പൊ അത്തരം വാഹനങ്ങളെല്ലാം ഇങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ കേസെടുക്കാവുന്നതാണ്, നടപടി സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അത്തരം നിയമ നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനൊന്നും ഗൗരവമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്നും ഇത്തരം ഒരു വിധി ഉണ്ടാകുമ്പോഴും അത് നടപ്പാക്കുന്നതിനകത്ത് ഏതളവ് വരെ മുൻപോട്ട് പോകാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ ഫലം ഇരിക്കുക. വളരെ നന്ദി ശ്രീ എം സ്വരാജ് അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. KSU ജനറൽ സെക്രട്ടറി ശ്രീ ബിനു ചുളിയിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ബിനു, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത്തരമൊരു നിർദ്ദേശം വരുമ്പോൾ അത് രണ്ട് രീതിയിൽ എടുക്കണം. ഒന്ന്, കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങളെ ആ വിധത്തിൽ വലിയ തടസ്സം വരുത്തുന്ന രീതിയിലാകരുത് നിർദ്ദേശം എന്നതും ഒരു സുപ്രധാനമായ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിലെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു നിർദ്ദേശം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? ബിനു, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ കൈരളി ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു വിധി, ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത്. കൂടുതലായ വിവരങ്ങൾ അതിൽ നിന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് ഹലോ പറഞ്ഞോളൂ. കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഒരു പാരമ്പര്യവും ഒരു ചരിത്രവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇടക്കാലത്ത് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അനഭിലഷണീയമായ പല സംഭവ വികാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല വിധിയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അത് ഒന്നുകൂടെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വാഹനങ്ങൾ ക്യാമ്പസിനകത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെയൊക്കെ മറവിൽ അത് എല്ലായ്പ്പോഴും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെയൊക്കെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാനും ഇത്തരത്തിലുള്ള വിധികളിലൂടെ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് ഒരു വലിയ
ബിനു ചുള്ളിയിലാണ് ഈ വാർത്തയോട് പ്രതികരിച്ച് സംസാരിച്ചത്. KSU നേതാവ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം CET കോളേജിൽ വാഹനമിടിച്ച് പെൺകുട്ടി മരിക്കാനിടയായ സംഭവത്തിൽ അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. രാത്രി 9 മണിക്ക് ശേഷം ക്യാമ്പസുകളിൽ ആഘോഷങ്ങൾ പാടില്ല എന്ന നിർദ്ദേശവും ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കും നടപ്പാക്കുക എന്ന കാര്യത്തിൽ കൂടി വലിയൊരു നിരീക്ഷണം വേണമെന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ച M. സ്വരാജ് അടക്കമുള്ളവർ പറയുന്നത്.